ഏട്ടാ, നമ്മുടെ മോൾ കരഞ്ഞുകൊണ്ട് സൂര്യൻ്റെ നെഞ്ചിലേക്ക് ഇന്ദു ചാഞ്ഞതും പുറത്തേക്ക് പെയ്യാൻ വെമ്പി നിൽക്കുന്ന വേദനയെ കടിച്ചമർത്തിക്കൊണ്ട് സൂര്യൻ അവരെ ചേർത്ത് പിടിച്ചു. ഏട്ടാ, ദാ വെള്ളം. ദേവൂട്ടൻ വെള്ളം ത്രിലോകിൻ്റെ കയ്യിലേക്ക് കൊടുത്തതും ത്രിലോക് അതവൻ്റെ കൈകളിൽ ഒഴിച്ച് ശിവയുടെ മുഖത്തേക്ക് ഒഴിച്ചു. 2 പ്രാവശ്യം മുഖത്തേക്ക് വെള്ളം പതിച്ചതും ശിവപതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. പക്ഷേ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മുന്നിൽ തന്നെ വേദനയോടെ നോക്കി നിൽക്കുന്ന ആ കണ്ണുകളെ കണ്ടപ്പോൾ താൻ കണ്ടത് സ്വപ്നമല്ലെന്ന് ശിവയുടെ ഉള്ളം അലറി പറഞ്ഞു. മോളെ. ഇന്ദു വിളിച്ചതും ശിവ ഇന്ദുവിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ആ നോട്ടം ചെന്നത് സൂര്യനിലാണ്. അപ്പോഴാണ് ശിവ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾ അറിയാതെ അവളുടെ കണ്ണിൽ തൊട്ട് നോക്കിക്കൊണ്ട് ഒരു ഞെട്ടലോടെ ത്രിലോകിനെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും ത്രിലോക് അവളെ ചേർത്ത് പിടിച്ചു. മോളെ ശിവ. ഇന്ദു കണ്ണീരോടെ വിളിച്ചതും ശിവ ത്രിലോകിനെ ചേർന്നിരുന്നു കൊണ്ട് ഒന്നും പറയാതെ അവരെ നോക്കിയിരുന്നു. മോൾക്ക് മനസ്സിലായില്ലേ? അമ്മയാ, എൻ്റെ മോളുടെ അമ്മ പറയുമ്പോൾ അവരുടെ ശബ്ദം ഇടറി. അമ്മ. ശിവ പതുക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദുവിനെ തന്നെ നോക്കിയിരുന്നു. അമ്മയാ, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ പതുക്കെ ശിവയുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ശിവ ഒരു കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരെ നോക്കി. അമ്മയാണോ എൻ്റെ അമ്മ? എൻ്റെ അമ്മയാണോ? ശിവ കണ്ണീരോട് ചോദിച്ചതും ഇന്ദു കണ്ണുകൾ നിറച്ചുകൊണ്ട് തല കുലുക്കി. കുഞ്ഞിൻ്റെ അമ്മയാ, എൻ്റെ മോളുടെ അമ്മ കരച്ചിലോട് ഇന്ദു പറഞ്ഞു. ശിവ കുതിപ്പോടെ ഇന്ദുവിനെ വലിഞ്ഞു മുറുക്കി പൊട്ടിക്കരഞ്ഞു. ഇന്ദുവും കരഞ്ഞു പോയി. അവർ അവളുടെ മുഖത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടി. എത്ര ചുംബിച്ചിട്ടും അവർക്ക് മതിയായിരുന്നില്ലായിരുന്നു. പ്രസവിച്ച് മിനിറ്റുകൾ മാത്രം താൻ കണ്ട തൻ്റെ മകൾ ഇന്ദുവിനെ നെഞ്ചാകെ പൊട്ടിപ്പോകുന്ന പോലെ തോന്നി. ദേവൂട്ടൻ്റെയും സൂര്യയുടെയും കണ്ണുകൾ നിറഞ്ഞു. ത്രിലോക് അപ്പോൾ ശിവയെ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. പിന്നീട് ഇതൊക്കെ കണ്ട തളർച്ചയിലും അവരെ പകയോടെ നോക്കുന്ന ബാലനിൽ ചെന്നെത്തി നിന്നു. അപ്പോഴും അയാളുടെ കണ്ണുകളിലെ പകയെ ഒരു പുച്ഛത്തോടെ മാത്രമാണ് ത്രിലോക് കണ്ടുകൊണ്ട് നിന്നത്. ഇന്ദു. സൂര്യൻ പതുക്കെ വിളിച്ചതും ഇന്ദു കണ്ണീരോടെ തന്നെ സൂര്യനെ നോക്കി. അയാളുടെ കണ്ണിലെ നീർത്തിളക്കം കണ്ടതും ഇന്ദു ശിവയെ നോക്കി. തൻ്റെ മാറിൽ പറ്റിച്ചേർന്ന് കരയുന്നവളെ കണ്ടപ്പോൾ അവർ അയാളെ ഒന്ന് നോക്കി. അപ്പോഴും അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചത് അമ്മ എന്ന് മാത്രമായിരുന്നു. മോളെ ശിവ. ഇന്ദു ശിവയുടെ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ട് വിളിച്ചതും ശിവ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ തൻ്റെ അമ്മയെ നോക്കി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ഇന്ദു അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു. ശിവ നിറഞ്ഞ മനസ്സോടെ അതെല്ലാം ഏറ്റുവാങ്ങി. അമ്മ. അമ്മയ്ക്ക് എൻ്റെ മോളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം ചിലപ്പോൾ മോൾക്ക് സഹിക്കാൻ കഴിയുമെന്ന് വരില്ല. പക്ഷേ മോൾ അമ്മയെ വെറുക്കരുത്. ശിവയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും ശിവ മനസ്സിലാവാതെ അവരെ നോക്കി. മോളെ. പെട്ടെന്ന് ആരുടെയോ കൈ തൻ്റെ തലയിൽ തലോടി കടന്നു പോയതും ശിവ തലച്ചിരിച്ച് നോക്കി. തന്നെ നിറഞ്ഞ കണ്ണുകളോട് നോക്കുന്ന സൂര്യനെ കണ്ടപ്പോൾ അവൾ മനസ്സിലാവാതെ ഇന്ദുവിനെ നോക്കി. അവളുടെ കണ്ണിലെ സംശയം കണ്ടപ്പോൾ ഇന്ദു അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛനാ, എൻ്റെ മോളുടെ അച്ഛൻ. ഇന്ദുവിൻ്റെ വാക്കുകൾ ഒരു പകപ്പോടെയാണ് ശിവയുടെ കാതിൽ പതിച്ചത്. അവൾ ഞെട്ടലോടെ ഇന്ദുവിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് സൂര്യനെ നോക്കി. പിന്നീട് ഇന്ദുവിനെയും. അത് കഴിഞ്ഞ് അവളുടെ നോട്ടം ചെന്ന് നിന്ന് തറയിൽ ചോര തുപ്പി തങ്ങളെ നോക്കിക്കിടക്കുന്ന ബാലനിലെത്തി. പെട്ടെന്ന് അവളുടെ കയ്യിൽ ആരോ പിടിച്ചതും ആ കൈയുടെ ഉടമയെ തിരിച്ചറിഞ്ഞ പോലെ ശിവ ഇന്ദുവിൽ നിന്ന് ആ നെഞ്ചിലേക്ക് ചാരി. എൻ്റെ ഭദ്രയ്ക്ക് ഒരുപാട് സംശയമുണ്ടെന്നറിയാം. പക്ഷേ ഇപ്പോൾ നിൻ്റെ അമ്മ പറഞ്ഞത് സത്യമാണ്. നീ ഇന്ദുവിൻ്റെയും ബാലൻ്റെയും മകളല്ല. ഈ നിൽക്കുന്ന സൂര്യനാരായണൻ്റെയും ഇന്ദുവിൻ്റെയും മകളാണ്. കാതിൽ പതിച്ച വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഒരു ഇടുത്തി പോലെ വന്ന് പതിച്ചു. ശിവ അതേ മുഖത്തോടെ സൂര്യനെ നോക്കി. ആ കലങ്ങിയ കണ്ണുകളിൽ ഉണ്ടായിരുന്നു പറഞ്ഞതെല്ലാം പകൽ പോലെ സത്യമാണെന്ന്. ശിവ നിറഞ്ഞ കണ്ണുകളോടെ സൂര്യൻ്റെ അടുത്തേക്ക് നടന്നു. അയാളെ തന്നെ ഉറ്റുനോക്കി. അച്ഛനാണോ എൻ്റെ അച്ഛൻ? വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ശിവ ചോദിച്ചതും ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് സൂര്യൻ അവളെ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു. അതേടാ, എൻ്റെ മോളുടെ അച്ഛനാ അലറി കരഞ്ഞുകൊണ്ട് സൂര്യൻ പറയുമ്പോൾ ഇന്ദു അത് കാണാൻ കഴിയാതെ മുഖം തിരിച്ചു നിന്നു. ആദ്യമായി അറിയുന്ന തൻ്റെ അച്ഛൻ്റെ നെഞ്ചിൻ്റെ ചൂടിൽ ശിവ പതുങ്ങി നിന്നു. ഒപ്പം അവളുടെ കണ്ണുനീർ ആ അച്ഛൻ്റെ നെഞ്ചിൽ വീണു. ഇതൊക്കെ കണ്ടു നിന്ന ദേവൂട്ടൻ്റെ ചുണ്ടിൽ നിറഞ്ഞ ചിരിയായിരുന്ന നിമിഷം അപ്പോഴും ഒരു വേദനയായി ഉണ്ടായിരുന്നു ഇന്ദുജയുടെ കാര്യം. സൂര്യൻ എത്ര ചേർത്ത് പിടിച്ചിട്ടും മതിയായിരുന്നില്ലായിരുന്നു. സൂര്യൻ ശിവയുടെ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവളുടെ നെറ്റിലേറെ വാത്സല്യത്തോടെയും അതിയായ ആഗ്രഹത്തോടെയും അവളുടെ നെറ്റിൽ മുത്തി. ആദ്യമായി അറിയുന്ന അച്ഛൻ്റെ ചുംബനം ശിവ നല്ലൊരു ഓർമ്മയോടെ മനസ്സിൽ സൂക്ഷിച്ചു. എൻ്റെ മോൾക്ക് ഒരുപാട് സംശയമുണ്ടെന്ന് അച്ഛയ്ക്കും അമ്മയ്ക്കും അറിയാം. അതെല്ലാം ഞങ്ങൾ തന്നെ പറഞ്ഞു തരാം. പക്ഷേ അതിനു മുൻപ് പറഞ്ഞുകൊണ്ട് ശിവയുടെ തോളിൽ പിടിച്ച് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. കാണു ബാല, നീ കണ്ണീറേ. നീ എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തിയ എൻ്റെ മകൾ, എൻ്റെ ചോര. ശിവയെ അടക്കി പിടിച്ചുകൊണ്ട് സൂര്യൻ പറയുമ്പോൾ ശിവ കണ്ണിലുരുണ്ടുകൂടി കണ്ണുനീർ തുള്ളിയെ കൈ കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് സന്തോഷത്തോടെ സൂര്യനോട് ചേർന്ന് നിന്നു. ഡാ.
ആലറിക്കൊണ്ട് താഴ്ന്ന് എഴുന്നേൽക്കാൻ പോയ ബാലൻ്റെ തുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ബുള്ളറ്റ് തറഞ്ഞു കയറിയിരുന്നു. അവിടെ മുഴുവൻ കുലുങ്ങുമാർ ബാലൻ്റെ ശബ്ദം ഒരു അലർച്ച കേട്ടു. ശിവയും മറ്റുള്ളവരും തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ബാലനിൽ തന്നെ ശ്രദ്ധിച്ചു വെച്ച് പോയിന്റ് ചെയ്ത് ഗണ്ണുമായി നിൽക്കുന്ന ത്രിലോകിൻ്റെ ഗാർഡ്സിനെയാണ്. ഞങ്ങളുടെ സാറിനേക്കാൾ ഒരു മോൻ്റെയും ശബ്ദം ഇവിടെ ഉയർന്നു കേൾക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഗാർഡ്സ് ബാലനെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞതും തോളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന രക്തം കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് വേദന നിറഞ്ഞ മുഖത്തോടെ ബാലൻ ആ ഗാർഡ്സിനെ ദേഷ്യത്തോടെ നോക്കി. തൻ്റെ ഇടത് കൈയിലൊരു ചൂടറിഞ്ഞതും ശിവ നോക്കിയപ്പോൾ കണ്ടത് തൻ്റെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഇന്ദുവിനെയാണ്. ദയയുടെ ഒരു കണിക പോലും ഇവൻ അർഹിക്കുന്നില്ല മോളെ. കാരണം നിനക്ക് നിൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ് ഇവൻ അകറ്റിയത്. ആ ഇവനോട് നിൻ്റെ ഉള്ളിലൊരു ദയയുടെ അംശം പോലും വേണ്ട. ഇന്ദു ബാലനെ കണ്ണിൽ നിറച്ച അഗ്നിയോടെ പറയുമ്പോൾ ശിവയുടെ നോട്ടവും ബാലനിലെത്തി. ആ അവസ്ഥയിലും തങ്ങളെ 3 പേരെയും പകപ്പോടെ നോക്കുന്ന ബാലനെ കണ്ടപ്പോൾ ശിവ മുഖം തിരിച്ചുകൊണ്ട് ത്രിലോകിനെ നോക്കി. ശിവയുടെ നോട്ടം കണ്ടതും ത്രിലോക് മുന്നോട്ട് നടന്നു വന്ന് അവളുടെ പിന്നിൽ നിന്നു. നിനക്ക് തീരുമാനിക്കാൻ ഭദ്ര, ഇവനെ എന്ത് ചെയ്യണമെന്ന്. അതിന് ഏറ്റവും അർഹത നിനക്ക് തന്നെയാണ്. നീ എന്ത് തീരുമാനിച്ചാലും ഞാനുണ്ടാവും. ത്രിലോക് പറഞ്ഞതും ശിവ അവനെ തന്നെ ഉറ്റുനോക്കി. ഞാനും എൻ്റെ അച്ഛനാണ് എന്നൊന്നും ചേച്ചി ഓർക്കണ്ട. ആ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇയാൾ അറിയിക്കുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് ഇയാൾ. ആ തെറ്റ് എനിക്ക് തിരുത്തണം. പക്ഷേ അതിനു മുൻപ് എൻ്റെ ചേച്ചി അറിയേണ്ട ചിലതുണ്ട്. ആ കാര്യങ്ങൾ അറിഞ്ഞു വിട്ട് വേണം തീരുമാനമെടുക്കാൻ. ദേവൂട്ടൻ അങ്ങനെ പറയുമ്പോൾ ശിവ അവനെ അത്ഭുതം നിറഞ്ഞ കണ്ണുകളോട് നോക്കി. ഇതുവരെ അവനിൽ ഇങ്ങനെയൊരു ഭാവം അവൾ കണ്ടിട്ടില്ല. അതുപോലെ സംശയവും. ദേവൂട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് അവർക്കും തോന്നി. ഗാർഡ്സ്, ത്രിലോക് വിളിച്ചതും ഗാർഡ്സ് ബഹുമാനത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്നു. ജീവൻ നിർത്താൻ മാത്രം, പക്ഷേ വേദന എന്തെന്ന് അറിഞ്ഞിരിക്കണം. പറഞ്ഞത് മനസ്സിലായോ? ത്രിലോക് ഗൗരവത്തോടെ പറഞ്ഞതും ഗാർഡ്സ് തല കുലുക്കി. സൂര്യൻ ശിവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പിന്നാലെ ഇന്ദു. പോകുന്നതിന് മുന്നേ ശിവ തിരിഞ്ഞ് ത്രിലോകിനെ നോക്കിയതും ശിവയെ നോക്കിയെന്ന് ത്രിലോക് കണ്ണുകൊണ്ട് പോക്കണം പറഞ്ഞതും ശിവ അവരുടെ ഒപ്പം നടന്നു. അവർ പോയതും ത്രിലോക് ബാലിൻ്റെ അടുത്തേക്ക് ചൂട് വെച്ചു. അവന് പിന്നാലെ ദേവൂട്ടനും. ഇനിയുള്ള ദിവസങ്ങൾ ദാ പോയ എൻ്റെ ഭദ്രയുടെ ഭിക്ഷയാണ്. അവൾ സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ഇത്രയും നാൾ എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചതിനും അവൾക്ക് നിഷേധിക്കപ്പെട്ട ഓരോന്നിനും തന്നെ കൊണ്ട് ത്രിലോക്നാഥ് കണക്ക് പറയിപ്പിച്ചിട്ടേ തന്നെ പരലോകത്തേക്ക് വിടൂ. 1 ഇഞ്ച് വ്യത്യാസത്തിൽ തൻ്റെ കണ്ണിൽ നോക്കി പറയുന്നവനെ കണ്ടപ്പോൾ ബാലൻ വിറച്ചുപോയി. ബാലൻ്റെ മുഖത്തെ ഭയം ഏറെ ആസ്വദിച്ചുകൊണ്ട് ദേവൂട്ടനും. സൂര്യൻ്റെയും ഇന്ദുവിൻ്റെയും നടുവിലായിരിക്കുകയാണ് ശിവ. നടന്നതും അറിഞ്ഞതുമായ കാര്യങ്ങൾ അവൾക്ക് ഉൾക്കൊള്ളാനാവുന്നില്ലായിരുന്നു ഈ നിമിഷം വരെ. സൂര്യനെന്തും അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തങ്ങളുടെ പൊന്നുമോനെയാണ് ഇത്ര അടുത്തിരിക്കുന്നത്. എന്നിട്ടും തങ്ങൾക്ക് അവളെ ഒന്ന് വാരിപ്പുണരാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അവരുടെ ഹൃദയം തേങ്ങി. മോളെ, ഏത് ലോകത്തായിരുന്ന ശിവ സൂര്യൻ്റെ വിളിയിൽ ഞെട്ടലോടെ തലച്ചിരിച്ച് നോക്കി. മോൾക്കൊന്നും പറയാനില്ലേ ഞങ്ങളോട്? വിഷമത്തോടെ സൂര്യൻ ചോദിക്കുമ്പോൾ അതേ വിഷമം തന്നെയായിരുന്നു ഇന്ദുവിലും. ഇത്രയും നാളും ഇങ്ങനെയൊരു മകൾ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. അവളുടെ ഒരു ചോദ്യത്തിൽ ഒരു നിമിഷം നിശബ്ദരായി നിന്നുപോയി. എന്തു പറയും അവളോട്? അതായിരുന്നു അവർ ഇരുവരുടെയും ചിന്ത മുഴുവനും. പറയൂ, നിങ്ങൾക്കറിയാമായിരുന്നോ ഞാനെന്ന മകളുണ്ടെന്ന്? വീണ്ടും ശിവ ചോദ്യം ചോദിച്ചതും സൂര്യൻ ശിവയുടെ കൈകളിൽ പിടിച്ചിരുന്നു. അറിയാമായിരുന്നു. വീങ്ങുന്ന മനസ്സോടെ സൂര്യൻ അത് പറയുമ്പോൾ ശിവ നിർജീവമായി ഇരുന്നേയുള്ളൂ. മോളെ, ഇന്ദു ശിവയുടെ മറുകയിൽ ചേർത്ത് പിടിച്ചപ്പോൾ ശിവ അവരെ നോക്കി. മോൾക്ക് ഒരുപാട് സംശയമുണ്ടെന്ന് അറിയാം. പക്ഷെ മോൾക്ക് അച്ഛനോടും അമ്മയോടും ദേഷ്യം തോന്നരുത്. കാരണം മോളുടെ അടുത്തേക്ക് വരാനുള്ള സാഹചര്യമായിരുന്നില്ല ഞങ്ങൾക്ക്. ഇന്ദു പറയുമ്പോൾ ശിവയുടെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി. നിൻ്റെ ഈ ഇരിക്കുന്ന അച്ഛനെയും അമ്മയും അറിയുന്നതിന് മുൻപ് മോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ദു പറഞ്ഞുകൊണ്ട് സൂര്യനെ നോക്കി. ശിവപുരം എന്ന ഗ്രാമത്തിലെ പേരുകേട്ട തറവാടായിരുന്നു ശങ്കരമംഗലം. ശിവപുരം നാട്ടിലേക്ക് നാട്ടുകാർ ഒരു അവസാന വാക്ക് അത് അവരുടെയായിരുന്നു. അതുപോലെ നാട്ടുകാർക്ക് ആവശ്യം വന്നാൽ അത് തങ്ങളുടെ പ്രശ്നം പോലെ കണ്ട് മുന്നിട്ടിറങ്ങി ചെയ്തു കൊടുക്കുമായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവർ പ്രിയപ്പെട്ടവരായിരുന്നു. അച്യുതക്കുറുപ്പ് ഭാര്യ വിദ്യാലക്ഷ്മി. ഇവർക്ക് 4 മക്കൾ. കേശവൻ ഭാര്യ ഭാമ. ഇവർക്ക് 3 മക്കൾ: കാവേരി, കവിത, കാർത്തിക. അടുത്തത് പീതാംബരൻ ഭാര്യ സുമതി. ഇവർക്ക് 2 മക്കൾ: ഭദ്രനും ഭദ്രലക്ഷ്മിയും. മൂന്നാമത്തത് സുഭദ്ര, ഭർത്താവ് അശോകൻ. ഇവർക്ക് 3 മക്കൾ: വൈരകി, വൈഷ്ണവി, വൈഷ്ണവ്. നാലാമത്തേത് സൂര്യൻ, സൂര്യനാരായണ. തെമ്മാടി. അതായിരുന്നു സൂര്യനെക്കുറിച്ചുള്ള വിശേഷണം. ഉമ്മർത്ത് ചാറുകസേരയിൽ ചാഞ്ഞ പത്രം വായിക്കുകയാണ് അച്യുതക്കുറുപ്പ്. ലക്ഷ്മി. അദ്ദേഹം നീട്ടി വിളിച്ചതും മുണ്ടും തീരും ചുറ്റി പ്രസന്നമായ മുഖത്തോടെ വിദ്യാലക്ഷ്മി എന്ന ലക്ഷ്മി കയ്യിലൊരു ചായക്കപ്പുമായി വന്നു കഴിഞ്ഞിരുന്നു. ചായ. നീട്ടിയ കപ്പ് വാങ്ങി അച്യുതനൊന്ന് ചാഞ്ഞിരുന്നു കൊണ്ട് ലക്ഷ്മി അമ്മയെ നോക്കി.
താൻ കുടിച്ചുവോ എന്നും കേൾക്കുന്നതാണെങ്കിൽ കൂടിയും ലക്ഷ്മിയമ്മയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഉവ്. സൂര്യൻ ഒന്ന് മൂളി ചോദിക്കുമ്പോൾ ലക്ഷ്മിയമ്മ ഒന്ന് നിശബ്ദയായി. വന്നിട്ടില്ല. ശബ്ദം താഴ്ത്തിയവർ പറയുമ്പോൾ അച്യുതൻ്റെ മുഖം ഗൗരവം നിറഞ്ഞതായി. അച്ഛാ, കേശവൻ വിളിച്ചുകൊണ്ട് വന്നും ഇരുവരുടെ ശ്രദ്ധ അയാളിലേക്കായി. നീ എങ്ങോട്ടാ കേശവ ഇത്രയും രാവിലെ? അച്യുതൻ ഗൗരവം നിറഞ്ഞ മുഖത്തോട് ചോദിക്കുമ്പോൾ കേശവൻ്റെ കണ്ണുകൾ തൻ്റെ അമ്മയിലേക്ക് നീണ്ടു. ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ കേശവൻ? ഒന്നുകൂടി കടുപ്പിച്ച് ചോദിച്ചു അയാൾ. അതച്ഛാ, ഗംഗൻ വിളിച്ചുകൊണ്ടായിരുന്നു. സൂര്യൻ ആരുമായോ? ബാക്കി പറയാതെ കേശവൻ നിർത്തിയതും കയ്യിൽ പിടിച്ച പത്രം ഓർക്കൂടെ കസാരയിലേക്കിട്ട് അച്യുതൻ എഴുന്നേറ്റു. ബാക്കി പറയണമെന്നില്ല. എൻ്റെ മറ്റു മക്കൾക്കൊന്നും ഇല്ലാത്ത ശൗര്യമാണ് അവന്. അവൻ ചെയ്തു കൂട്ടുന്ന ഓരോന്നും ഞാൻ അറിയുന്നുണ്ട്. ലക്ഷ്മിയമ്മയുടെ മുഖത്ത് നോക്കിയാണ് അയാളത് പറഞ്ഞത്. പോയി ഇറക്കിക്കൊണ്ടു വാ, എന്നാലല്ലേ അവന് വീണ്ടും പോലും ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടാവൂ. അതും പറഞ്ഞ് അച്യുതൻ അകത്തേക്ക് പോയതും കേശവൻ്റെ അമ്മയെ ഒന്ന് നോക്കി. നീ പോയിട്ട് വാ കേശവ, ഇപ്പോൾ തന്നെ അവൻ ആ സ്റ്റേഷൻ തിരിച്ചു വെച്ചിട്ടുണ്ടാവും. ലക്ഷ്മിയമ്മ പറഞ്ഞതും ചിരിയോടെ കേശവൻ പുറത്തേക്ക് ഇറങ്ങി. കേശവൻ സ്റ്റേഷന് മുന്നിൽ കാർ നിർത്തിയിറങ്ങിയപ്പോൾ തന്നെ കണ്ടത് ആരോരാൾ പുറത്തേക്ക് തെറിച്ച് വീഴുന്നതാണ്. കേശവൻ നിന്ന് കിടുങ്ങിപ്പോയി. അതേ നിമിഷം അയാൾ കണ്ണുകൾ കൊണ്ട് മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടത് മുണ്ട് മടക്കി കുത്തി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന സൂര്യനെയാണ്. കേശവൻ അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി. അയാൾ എന്തോ പറയാൻ വന്നും സൂര്യൻ അത് കേൾക്കാൻ പോലും കൂട്ടാകാതെ മുന്നോട്ട് ഓടി വീണ് കിടക്കുന്നവൻ്റെ ഷട്ടിൽ പിടിച്ചുയർത്തി. കൂടെ കിടത്തി ഒരു കൊച്ചിനെ കൊടുത്താൽ മാത്രം പോരടാ, അവളെയും കൊച്ചിനെയും നോക്കാനും കൂടി അറിയണം. അല്ലെങ്കിൽ ദേ ഈ വളർന്നു നിൽക്കുന്ന ഒന്നില്ലേ, അതങ്ങ് മുറിച്ച് കളഞ്ഞേക്കണം. കൈ പിടിച്ച് തിരിച്ച് സൂര്യൻ പറഞ്ഞു. അവൻ നിലവിളിച്ചു. അപ്പോഴേക്കും SI മറ്റുള്ളവരും പുറത്തേക്ക് വന്നിരുന്നു. സൂര്യ വിട്, SI പറഞ്ഞതും സൂര്യൻ ദേഷ്യത്തോടെ അയാളെ ഉന്തി മാറ്റി. അപ്പോഴേക്കും ഒരു പെൺകുട്ടി ഓടി വന്ന് അയാളെ പൊതിഞ്ഞു പിടിച്ചു. കണ്ടോടാ, ഇതാണ് സ്നേഹം. ഇത്രയൊക്കെ നീ ഈ പെണ്ണിനോട് ചെയ്തിട്ടും നിനക്കൊരു വീഴ്ച വന്നപ്പോൾ അവൾ ഓടി വന്ന് കണ്ടോ, അതാണ് സ്നേഹം. കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ നോക്കി സൂര്യൻ പറഞ്ഞു നിർത്തുമ്പോൾ ചെയ്തുപോയ തെറ്റിൻ്റെ വ്യാപ്തി അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. വല്യേട്ടൻ എന്താ ഇവിടെ? എല്ലാം നോക്കി നിൽക്കുന്ന കേശവനെ നോക്കി സൂര്യൻ ചോദിച്ചതും കേശവൻ അവനെ കൽപ്പിച്ചു നോക്കി. സൂര്യ, ഇത് എത്രാമത്തെയാണെന്ന് നിനക്ക് അറിയോ? നീ ആര്, ഗുണ്ടയോ ഇങ്ങനെ അടിപിടി കൂടാൻ? കേശവൻ ചോദിച്ചതും തന്നോടല്ലെന്ന പോലെ മറ്റെവിടെയോ നോക്കി നിൽക്കുകയായിരുന്നു സൂര്യൻ. അത് കണ്ടതും കേശവനും വിറഞ്ഞു കയറി. പിന്നെയും എന്തോ പറയാൻ പോയതും SI അവരുടെ അടുത്തേക്ക് വന്നു. എൻ്റെ സൂര്യ, എന്താണോ താൻ ഇങ്ങനെ? ഇതുപോലെയുള്ള കേസിന് തനിക്ക് ഇടപെടേണ്ട കാര്യം എന്താ? കാര്യമുണ്ട് സാർ, അവർ മനുഷ്യരായതുകൊണ്ട്. അത്രയും പറഞ്ഞ് രണ്ടുപേരെയും നോക്കി മുണ്ട് മടക്കി കൊത്തി സൂര്യൻ നടന്നു പോകുമ്പോൾ SI മാത്രമല്ല അവിടെ നിന്നിരുന്ന ഓരോരുത്തരും അത്രയും ആരാധനയോടെ സൂര്യനെ നോക്കി നിന്നു. തുറന്നു പറഞ്ഞില്ലെങ്കിൽ കൂടി കേശവൻ്റെ ഉള്ളിലും തൻ്റെ അനിയനോടുള്ള വാത്സല്യം മാത്രമായിരുന്നു. പോട്ടെടോ, ഇനിയും വരാം, SIയെ നോക്കി പറഞ്ഞുകൊണ്ട് കേശവൻ അവിടെ നിന്ന് ഇറങ്ങി. ചെറിയച്ച സൂര്യനെ കണ്ടതും മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിപ്പട്ടാളങ്ങൾ ഓടി അവൻ അരികിലേക്ക്. അപ്പോൾ തന്നെ കയ്യിൽ കരുതിയ മിഠായിയുടെ പൊതി അവർക്കൊരു നേരെ നീട്ടിയിരുന്നു സൂര്യൻ. ചെറിയച്ഛൻ എന്താ ഇന്നലെ വരാതിരുന്നത്? കൂട്ടത്തിൽ ഏറ്റവും മൂത്ത കാവേരി ചോദിച്ചും സൂര്യനും ചിരിച്ചു. അതോ, ചെറിയച്ഛനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. കണ്ണ് ചിമ്മി അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞും കാവേരി തല കുലുക്കി. അവരെ എല്ലാവരെയും നോക്കി സൂര്യൻ ഉമ്മറത്തേക്കായിരുന്നും കണ്ടു മുഖം വീർപ്പിച്ച് നിൽക്കുന്ന തൻ്റെ ലക്ഷ്മിക്കുട്ടിയെ. അവനത് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എന്താണ് ലക്ഷ്മിക്കുട്ടിയുടെ മുഖം വീർത്തിരിക്കുന്നത്? അച്യുതക്കുറിപ്പ് എന്തെങ്കിലും തന്നോ? കളിയോടെ സൂര്യൻ ചോദിച്ചതും അവന് വേദനിപ്പിക്കാത്ത രീതിയിൽ അവർ അവൻ്റെ കയ്യിൽ നുള്ളി. അച്ഛൻ്റെ പേര് വിളിക്കുന്നോടാ? കണ്ണുരുട്ടി ചോദിച്ചതും അവരുടെ കവളിലൊന്നും മുത്തി സൂര്യൻ മുകളിലേക്ക് കയറി. റൂമിൽ കയറിയതും കണ്ടു ടേബിളിന് മുകളിലായിരിക്കുന്ന കടലാസ്. ഒരു ചിരിയോടെ തുറന്നു വായിക്കുമ്പോൾ സൂര്യൻ്റെ ഉള്ളിൽ ചിരിയായിരുന്നു, പ്രണയമായിരുന്നു ഉള്ള നിറയെ. പ്രിയനെ, എവിടെയാണ് നീ? നിന്നിലേക്ക് എത്തുവാൻ എൻ്റെ ഹൃദയം വെമ്പിൽ കൊള്ളുന്നു. നീ ആ ഭൂമിയിൽ പെയ്തു തോരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരികൾ വായിച്ചതും സൂര്യന് ചിരിച്ചുകൊണ്ട് അത് മടക്കി ബുക്കിനുള്ളിലേക്ക് വെച്ചു. അപ്പോഴേക്കും സൂര്യൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞിരുന്നു. അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ അച്യുതൻ്റെ കണ്ണുകൾ പലപ്പോഴും കുട്ടികൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന സൂര്യനായിരുന്നു. അവരോട് കളിതമാശ പറഞ്ഞിരിക്കുന്നവനെ കണ്ടപ്പോൾ എത്ര ശ്രമിച്ചിട്ടും മറക്കാൻ കഴിയാത്തൊരു ചിരി അയാളുടെ ചുണ്ടിൽ വിരിഞ്ഞു. അതറിഞ്ഞെന്ന പോലെ സൂര്യനിലും. മേഘപാളികൾക്കിടയിൽ പാതി മറിഞ്ഞിരിക്കുന്ന ചന്ദ്രനെ അവൾ പരിഭവത്തോട് നോക്കി നിന്നു. എന്തിനാണ് എന്നെ വേദനിപ്പിക്കുന്നത്? അതോ എൻ്റെ വേദന നിനക്കൊരു സല്ലാപമായി തോന്നുന്നുണ്ടോ? നിമിഷം നേരം കൊണ്ട് തൻ്റെ ഇടുപ്പിൽ മുറുകുന്ന കൈകളുടെ ചൂടറിഞ്ഞതും അവളൊന്ന് കുളിർന്നു പോയി. സൂര്യേട്ടാ, വിറച്ചുകൊണ്ട് അവൾ മെല്ലെ വിളിച്ചതും അവൻ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. ഇന്ദു, സൂര്യൻ വിളിച്ചതും അവളൊന്ന് മൂളി. മൂളാതെ വിളി കേൾക്ക് ഇന്ദു. സൂര്യൻ പറഞ്ഞതും ഇന്ദുവിൻ്റെ ചുടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇവൾ ഇന്ദു, ശങ്കരമംഗലത്തെ കാര്യസ്ഥൻ ദിവാകരൻ്റെ മൂത്ത മകൾ ഇന്ദുമതി. അവൾക്ക് താഴെ ഒരു അനിയത്തി ഇന്ദുജ. വർഷങ്ങളായി സൂര്യനും ഇന്ദുവും പ്രണയത്തിലാണ്. പക്ഷെ അത് ആർക്കറിയില്ല. ആരോരും അറിയാതെ അവർ പ്രണയിച്ചു. എന്താ ഇന്ന് വൈകിയത്?
കുട്ടികളുടെ ഒപ്പമായിരുന്നു. അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ചോദിച്ചു, സൂര്യേട്ടാ, ആ ആലോചന നടക്കില്ല ഇന്ദു. അവർ വന്ന വഴി തന്നെ പോയി. അല്ലെങ്കിൽ ഈ സൂര്യൻ്റെ പെണ്ണിനെ മോഹിക്കാൻ മാത്രം അവൻ ധൈര്യമൊന്നുമില്ല. ഇന്ദു ചിരിയോടെ അവനിലേക്ക് ചേർന്ന് നിന്നു, നിറഞ്ഞ സന്തോഷത്തോടെ. ദിവാകരൻ ചേട്ടാ, ഉമ്മറക്കൊലയിലെ അരബിത്തിയിൽ കയറിയിരുന്നു കൊണ്ട് ബ്രോക്കർ നാണുക്കുട്ടൻ വിളിച്ചതും അടുക്കളയിലായിരുന്ന ഇന്ദുവിൻ്റെ മുഖം മാറി. ചേച്ചി, ഇതേ നാണുചേട്ടൻ വന്നിട്ടുണ്ട്. പച്ചക്കറി അരിഞ്ഞുകൊണ്ട് ഇന്ദുജ പറഞ്ഞതും ഇന്ദു അവിടെ കണ്ണുരുട്ടി നോക്കി. നീ മിണ്ടാതിരുന്ന് പറഞ്ഞ പണി ചെയ്യാൻ നോക്ക്. ഇന്ദു പേടിപ്പിച്ചുകൊണ്ട് അടുപ്പിലിരുന്ന കറി ഇറക്കി വെച്ചു. ആരിത് നാണുവോ? തോർത്തുകൊണ്ട് മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് ദിവാകരൻ ചോദിച്ചു. കഴിഞ്ഞ ദിവസം കവലിൽ വെച്ച് ചേട്ടനോടൊരു ആലോചനയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഉവ്, നീ അന്വേഷിച്ചോ? നല്ല കൂട്ടറാണ്. നമ്മുടെ ഇന്ദുവിൻ്റെ ഭാഗ്യമാണ് ഇങ്ങനൊരു ആലോചന. നാണു ചിരിയോടെ പറഞ്ഞു. കാര്യങ്ങളെല്ലാം നീ അവരോട് പറഞ്ഞിട്ടില്ലേ നാണു? സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ. എന്തായാലും അവരോട് വരാൻ പറയട്ടെ ഞാൻ. ഞായറാഴ്ച വരാൻ പറയും. അതല്ലേ നല്ലത്? ദിവാകരൻ ചോദിച്ചതും നാണും തലയാട്ടി. പക്ഷേ ഇതെല്ലാം വാതിലിൻ്റെ മറവിൽ നിന്ന് കേട്ട ഇന്ദുവിൻ്റെ മുഖം മാറി. ഒരു നിമിഷം ഇന്ദുവിൻ്റെ കണ്ണുകൾ ചുവരിൽ തൂക്കിയിരിക്കുന്ന തൻ്റെ അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി. എന്തോ പറയാതെ പറഞ്ഞ പോലെ. ദേവി വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ദുവിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ അവളുടെ ഉള്ളിൽ തോന്നിക്കൊണ്ടേയിരുന്നു. ദേവി, അറിയാലോ, അവിടെ നിന്നെല്ലാം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ കൂടെ തന്നെ എനിക്ക് സൂര്യേട്ടനും ഒരുമിക്കാൻ സാധിക്കണേ ദേവി. ഉള്ളൂരിക്ക് ഇന്ദു പ്രാർത്ഥിക്കുമ്പോൾ അവൾക്കൊരു ആശ്വാസ മറുപടി എന്നപ്പോൾ കാറ്റിൽ വിളക്കുകളൊന്ന് ആടി ഉലഞ്ഞു. അതിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. ഒരിക്കൽ കൂടി തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് പൂജാരിയിൽ നിന്ന് തീർത്ഥവും പ്രസാദവും വാങ്ങി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു ആൽമരത്തിനടുത്ത് നിൽക്കുന്ന സൂര്യനെയും മറ്റൊരുവനെയും. എന്താ ഇവിടെ വരെ വന്നിട്ട് അകത്തേക്ക് വരാഞ്ഞത്? സൂര്യനോട് ഇന്ദു ചോദിച്ചതും സൂര്യനും ചിരിച്ചു. എൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ അറിയാം. ഇനി ഞാനായിപ്പോയി ഓരോന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. കളിയോട് സൂര്യൻ പറഞ്ഞതും ഇന്ദുന്ന് കോർപ്പിച്ച് നോക്കി. അപ്പോഴാണ് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നതിനെ കാണുന്നത്. സൂര്യേട്ടാ, ഇത്? ഇന്ദു വിരൽ ചൂണ്ടി മനസ്സിലാവാതെ സൂര്യനോട് ചോദിച്ചു. പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇതെൻ്റെ കൂട്ടുകാരൻ ബാലൻ. ബാല, ഇതെൻ്റെ പെണ്ണ് ഇന്ദു. സൂര്യൻ ഇരുവരോടുമായി പറഞ്ഞതും അവർ രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ചു.